പഞ്ചായത്ത് കോഴികൾ ഇപ്പോൾ ഒരുവിധ ആൾക്കാരെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിച്ച മാതിരി എങ്ങനെയെങ്കിലും വളർത്തിയാൽ നിങ്ങൾക്ക് ഈ മുതൽ കിട്ടില്ല. പിന്നെ തന്ന ആൾക്കാർ മെമ്പർമാരെ മറ്റവരെ മറിച്ചുള്ള സർക്കാർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് അതിൻ്റേതായ മട്ടത്തിൽ നോക്കിയേ മതിയാകൂ. കാരണം എന്താ പറഞ്ഞാൽ ഈ സാധനം പ്രത്യേകിച്ച് ബുദ്ധി പറഞ്ഞാൽ അരുവ് കൂടി പോകാത്തൊരു സാധനമാണ്. ഒരു കീരിയോ മറ്റു ജന്തുക്കളൊക്കെ വന്നാൽ ഇവരെ സ്വഭാവം എന്താ വെച്ചാൽ ഒരു അന്തുലാ എന്ന് പറഞ്ഞാണ്ട് താലാണ്ട് നീട്ടി കൊടുക്കും. അതാണ് പഞ്ചായത്ത് കോഴിക്കളുടെ സ്വഭാവം. മാത്രമല്ല പ്രതിരോധ ശേഷി പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത്, കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യം, അപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഏതായാലും ഇനിയും വൈകിട്ടില്ല, ചെയ്യേണ്ട കാര്യം ഫാം അല്ലെങ്കിൽ കോഴിക്കൂട് ഇത്തളടിക്കുക. ഇത്തള പറഞ്ഞാൽ നീറ്റ് കക്ക എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം. അത് ഇത്ര വലിയൊരു പണിയൊന്നുമല്ല, അത് ആർക്കും ചെയ്യാവുന്ന വിഷയമുള്ളൂ. എന്നിട്ട് കീടങ്ങളെ അകറ്റണം. കാരണം ഇതിൻ്റെ പ്രതിരോധ ശേഷി കുറവാണ്. അതുപോലെ ആ കൂട്ടിൽ നിങ്ങൾ വെച്ചു കൊടുക്കാനുള്ള പാത്രം ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം. ഇനി പഴയ പാത്രമാണ് വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെറ്റോൾ പോലെയുള്ള എന്തെങ്കിലും ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഉണക്കിയ ശേഷം ആണ് ഇറ്റങ്ങൾക്ക് അത് ആ വെള്ളം അതിലാണ് വെള്ളം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇറ്റങ്ങൾക്ക് അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. ഒരു സംശയവും വേണ്ട, നിങ്ങൾ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ്, എൻ്റെ ഒരു കാഴ്ചയിൽ 90% ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും, ഇതുവരെ കൊടുത്തിട്ടുണ്ടാവും ബ്രോയിലർ സ്റ്റാർട്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ സമയങ്ങളിൽ ഏറ്റവും സ്റ്റാർട്ടർ കൊടുക്കേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അരി എന്തൊക്കെ കൊടുത്താൽ മിക്കവാറും ഇത് പണിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പിന്നെ എല്ലാ കാലവും ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പം ആദ്യം ഒരു 1-2 ദിവസം ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കുക, പിന്നെ അതിൽ ചോറ് അങ്ങനത്തെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പതിയെ എന്ത് ചെയ്താൽ അതിങ്ങനെ കൊടുത്ത് പിന്നെ ചോറ് മാത്രം മറ്റേ നമ്മളെ നാടൻ ഫുഡ് ഇങ്ങനെ തീറ്റിച്ച് ശീലമാക്കുക. അതുപോലെ തന്നെ ഇപ്പം കിട്ടിയ ഉടനെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവരെ പുറത്ത് വിടരുത്. കാരണം ഇവർക്ക് അതിനുള്ള പേർച്ചയായിട്ടുണ്ടാവില്ല. നമ്മളെ 2 മാസമായ നാടൻ കോയും 5 മാസമായ ഈ കോയിൻ ഏകദേശം ഒരേ പക്വതയായിരിക്കും, ഒരേ പേർച്ചയായിരിക്കും. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണമായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്ത ആളുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏറ്റവും നല്ലൊരു 3-4 മാസം നിങ്ങൾ നല്ലൊരു സംരക്ഷണത്തിൽ ഇവരെ വളർത്തേണ്ടതായിരിക്കും ബുദ്ധി. അതുപോലെ നനവ് കാര്യങ്ങളൊക്കെ മറ്റു പ്രത്യേകിച്ച് റെറ്റിങ്ങളമാർ തൂറി നടക്കണ ഒരു ജന്തു ലോകത്തുണ്ടാവില്ല, അജാതി ഇതാക്കാരം. അപ്പോൾ പരമാവധി നനവ് തട്ടാത്ത സ്ഥലങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾ കോഴിക്കൂട്ടിലൊക്കെ നനവ് കുറഞ്ഞ ഭാഗങ്ങൾ ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കണം. നാടൻ കോഴികൾക്ക് അത്ര ബാധിക്കില്ല. ഈ കോഴികൾക്ക് അതൊക്കെ നനവും കാര്യങ്ങളൊക്കെ ബാധിക്കും. അതുപോലെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്, കുറേ അറിയണ്ടായിരിക്കും. ഏതായാലും വൃത്തിയിലും വെടുപ്പിലും അതേമാതിരി നല്ല ആഹാരം കൊടുക്കുന്ന രീതിയിലും കൊടുത്താൽ ഈ കോഴിക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ തന്ന ആൾക്കാർ മെമ്പർമാരും മറ്റുള്ളവരും പറഞ്ഞിട്ടൊരു കാര്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.